പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങളേവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന നഴ്സറി സ്കൂൾ ടീച്ചറിന്റെ എക്സാമിനേഷൻ ഡേറ്റ് PSC അറിയിച്ചു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലം ഓഫറുമായിട്ട് എൻട്രി വരികയാണ്. ഇന്നത്തെ ഓഫറിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ ദയവായി താഴെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. പഠിച്ച് കയറി വാടാ മക്കളെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നഴ്സറി സ്കൂൾ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. മോർ ദാൻ 25,000 കാൻഡിഡേറ്റ്സ് ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പോകണം, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വിശാലമായ വസ്തുതകൾ എൻട്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്ന പാഠ്യവിഷയത്തിലെ ഒരു കുഞ്ഞൻ ടോപ്പിക്കാണ്. ഈ കുഞ്ഞൻ ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വില്ലനായി വരാം, എങ്കിലും അത് വില്ലനായി വരാതിരിക്കുവാൻ വേണ്ടിയുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ തരിക കൂടിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഈ നഴ്സറി സ്കൂളിന്റെ സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വാഗ്വാദങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് മനഃശാസ്ത്ര പഠന രീതികൾ എന്നാണ്. അതായത് മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പഠന രീതികൾ. മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പഠന രീതികൾ എന്ന് പറയുമ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകളെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങൾ. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എൻ്റെ മക്കളെടുത്തൊന്ന് പറയട്ടെ. നിങ്ങൾ ഒരു ക്ലാസ്സിൽ, ഒരു പ്രൈമറി ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലെ വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി, മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? സ്ഥിരമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലെ അല്ലെങ്കിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയാൽ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കും, മോനെ നിന്റെ ഉള്ളിൽ എന്താണ്, മോളെ നിന്റെ ഉള്ളിൽ എന്താണ്, പറയാനുള്ളത് പറ, എന്താണ് പ്രശ്നം, അല്ലെ? അപ്പോൾ ആ കുട്ടി പറയേണ്ടത് അതിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെയും വിചാരങ്ങളെയും അതിൻ്റെ ഉത്കണ്ഠകളെയുമാണ്, അല്ലെ? അപ്പോൾ സ്വാഭാവികമായും മനഃശാസ്ത്ര പഠനങ്ങളിൽ ഏറ്റവും ആദ്യത്തേതായി കൺസിഡർ ചെയ്യുന്ന ഈ രീതിയിലുള്ള മനഃശാസ്ത്ര പഠനത്തെ പറയുന്ന പേര് ആത്മപരിശോധന രീതി എന്നാണ്. ആത്മപരിശോധന രീതി എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ആത്മപരിശോധന രീതി എന്ന് പറയുന്നത്? സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് മാനസിക പ്രതിഭാസങ്ങളെ വിവരിക്കുകയും വിശകലനം ചെയ്യുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുട്ടിയെ അധ്യാപകൻ മുമ്പിലോട്ട് വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗവേഷകൻ, അതല്ലെങ്കിൽ ഒരു കൗൺസിലർ വിളിച്ചിട്ട്, മോന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ്, നീ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കി തൻ്റെ പ്രശ്നങ്ങളെയും തൻ്റെ വിഷയങ്ങളെയും ഒരു കൗൺസിലറോടോ ഒരു അധ്യാപകനോടോ പറഞ്ഞാൽ അത് മനഃശാസ്ത്രത്തിലെ ഒരു പഠന രീതിയാണ്. ആ പഠന രീതിയെ നമുക്ക് ആത്മപരിശോധന രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാം. നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെ മാനസിക പ്രക്രിയകളാണ് പറയേണ്ടത്? ഈ മാനസിക പ്രക്രിയകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മക്കളെ? വികാരങ്ങളുണ്ട്, ഉത്കണ്ഠകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ മാനസിക പ്രക്രിയയല്ലേ? വൈകാരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, ആ കുട്ടിയുടെ ആഗ്രഹ സഫലീകരണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ, ആ കുട്ടിക്ക് നല്ല ആങ്സൈറ്റി, ഉത്കണ്ഠയുണ്ട് എങ്കിൽ, ആ കുട്ടിയുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ, ഇങ്ങനെയുള്ള മാനസിക പ്രക്രിയകളാണ് ഒരാളുടെ വ്യവഹാരത്തെ സാധാരണഗതിയിൽ സ്വാധീനിക്കുന്നത്. അങ്ങനെ ഒരാളുടെ വ്യവഹാരത്തെ സാധാരണഗതിയിൽ സ്വാധീനിക്കുന്ന മാനസിക പ്രക്രിയകളെ വിശകലനം ചെയ്തിട്ട് പുറത്തേക്ക് പറയാൻ, ഉള്ളിൽ നോക്കിയിട്ട് പുറത്തേക്ക് പറയാൻ അല്ലെങ്കിൽ പുറത്തേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു മനഃശാസ്ത്ര ഉപാധിയാണ്, ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ആത്മപരിശോധന രീതി എന്ന് പറയുന്നത്. ഈ ആത്മപരിശോധന രീതി എന്ന് പറയുന്നത്
വില്യം വൂണ്ട് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ്. ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവായിട്ടാണ്. ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആധുനിക മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവായിട്ടാണ്. അപ്പോൾ നിരവധി വിശേഷണങ്ങളുള്ള ഒരു ഘടനാവാദിയായിട്ടുള്ള, അതായത് ഈ ആത്മപരിശോധന രീതി എന്ന് പറയുന്നത് ഘടനാവാദം എന്ന് പറയുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിന്റെ ചിന്താധാരയാണ്. ഈ ചിന്താധാരയായിട്ടുള്ള ഈ ഘടനാവാദത്തിന്റെ സംഭാവനയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഘടനാവാദത്തിന്റെ സംഭാവനയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഘടനാവാദത്തിന്റെ സംഭാവനയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിന്റെ അല്ലെങ്കിൽ ആത്മപരിശോധന രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്. ഈ വില്യം വൂണ്ടിനെ കൂടാതെ അദ്ദേഹത്തിന് ഒരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എഡ്വേർഡ് ടിച്ചിനർ എന്ന് പറയുന്നത്. ടീച്ചിങ് അല്ലേ, ടിച്ചിനർ എന്ന് ഓർത്തിരിക്കാം അല്ലേ. അപ്പോൾ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് വളർന്ന ഘടനാവാദം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഘടനാവാദം എന്ന് പറയുന്ന ഒരു ചിന്താധാര, ഘടനാവാദം എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര പരീക്ഷണ രീതി, ആ ഘടനാവാദത്തിന്റെ സംഭാവനയാണ് ഈ പറയുന്ന ആത്മപരിശോധന രീതി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രമുഖ വക്താക്കളാണ് വില്യം വൂണ്ടും എഡ്വേർഡ് ടിച്ചിനറും എന്ന് പറയുന്നത്. ഒരാൾ തന്റെ ഉള്ളിലേക്ക് നോക്കി അവന്റെ മാനസിക പ്രക്രിയകൾ, അവന്റെ വികാരങ്ങൾ, അവന്റെ വിചാരങ്ങൾ, അവന്റെ അഭിലാഷങ്ങൾ, അവന്റെ പ്രതീക്ഷകൾ, അവന്റെ ഉത്കണ്ഠകൾ പുറത്തേക്ക് തള്ളിവിടുന്നു, പുറത്തേക്ക് പറയുന്നു, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് എന്ന് പറയുന്നു. ഇതാണ് ആത്മപരിശോധന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മപരിശോധന രീതി എന്ന് പറയുന്ന ഈ ചിന്താധാരയുടെ ഉപജ്ഞാതാവ് വില്യം വൂണ്ടാണ്. അതിനെ ഏറ്റവും അധികം പ്രശസ്തമാക്കിയത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള എഡ്വേർഡ് ടിച്ചിനർ ആണ്. ഇനി ആത്മപരിശോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിലേക്ക് നോക്കുക, അതായത് സ്വയം ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. എന്റെ മാനസിക പ്രക്രിയകൾ ഞാനൊരു കൗൺസിലറോട് പറയുമ്പോഴാണ് ആ കൗൺസിലർ അതെനിക്കുള്ള ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം ഉള്ളിലേക്ക് നോക്കുക എന്നത് ഒരു ആത്മപരിശോധന രീതിയാണ്. പക്ഷേ ഒരാൾക്ക് തൻ്റെ ഉള്ളിലുള്ള വൈകാരിക അവസ്ഥകളെയും പ്രശ്നങ്ങളെയും പൂർണ്ണമായ തലത്തിൽ നിർവചിച്ചുകൊണ്ട് പുറത്തേക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പരിമിതികളുണ്ട്. ലോകത്തിൽ ആദ്യമായി വന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ആത്മപരിശോധന രീതി. ആ ആത്മപരിശോധന രീതിക്ക് ഒരുപാട് ന്യൂനതകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ആത്മപരിശോധന രീതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തേതിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിരീക്ഷണ രീതി എന്നാണ് പറയുന്നത്. ഇവിടെയും അധ്യാപകന് കൃത്യമായും തൻ്റെ കുട്ടികളെ നിരീക്ഷിക്കാൻ കഴിയും. എന്താണ്? കുട്ടികളുടെ വ്യവഹാരം നിരീക്ഷിക്കാൻ കഴിയും. എന്താണ് വ്യവഹാരം? അത് സ്വഭാവമാണ് അല്ലെ. കുട്ടികളുടെ പ്രതികരണങ്ങൾ വ്യവഹാരമാണ്. കുട്ടികൾക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ അവർ ആർജിച്ചെടുക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ വ്യവഹാരമാണ്. കുട്ടികളുടെ പ്രവൃത്തികൾ വ്യവഹാരമാണ്. കുട്ടികളുടെ സംഭാഷണ രീതി വ്യവഹാരമാണ്. കുട്ടികളുടെ ഉത്കണ്ഠകൾ കുട്ടികളുടെ വ്യവഹാരമാണ്. അപ്പോൾ ഈ വ്യവഹാരം എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ, കുട്ടിയുടെ സ്വഭാവത്തെ പഠിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മനഃശാസ്ത്ര പഠന രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ആത്മപരിശോധന രീതി ഒരാൾ സ്വയം ഉള്ളിലേക്ക് നോക്കുക എന്നാണെങ്കിൽ ഇവിടെ എന്താണ്? പുറത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. പുറത്തേക്ക് നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഒരു നിരീക്ഷകൻ എങ്ങനെയാണ് ഒരാളെ നിരീക്ഷിക്കുന്നത്? നിങ്ങൾ അയാളുടെ ബാഹ്യമായ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടല്ലേ? നിങ്ങൾ അയാളുടെ പ്രതികരണങ്ങളും അയാൾ ഏർപ്പെടുന്ന അയാളുടെ മറ്റുള്ളവരോടുള്ള സഹകരണങ്ങളും ഒക്കെ കണ്ടുകൊണ്ടല്ലേ? അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കുക, നിരീക്ഷണ രീതി പുറത്തേക്ക് നോക്കുമ്പോൾ ആത്മപരിശോധന രീതി ഉള്ളിലേക്ക് നോക്കുന്നു. ഇനി എന്താ എന്റെ നിർവചനം നോക്കേ. വ്യവഹാരത്തിൽ ഏർപ്പെടുന്ന വ്യക്തി അയാൾ അറിയാതെ നിരീക്ഷിക്കുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ഈ നിരീക്ഷണം എന്ന് പറയുന്നത്. ഒന്ന് പരോക്ഷ നിരീക്ഷണവും, രണ്ട് ഭാഗഭാഗിത്വ നിരീക്ഷണവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ, ഞാൻ ഈ എക്സ് എന്ന് പറയുന്ന ആൾ അറിയാതെയാണ് ഞാൻ അയാളെ നിരീക്ഷിക്കുന്നതെങ്കിൽ, അയാളുടെ വ്യവഹാരത്തെ നിരീക്ഷിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. അതിനെ നമുക്ക്
പരോക്ഷ നിരീക്ഷണം എന്ന് പറയാം. അതായത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അയാൾ അറിയാതെ നിരീക്ഷിക്കുകയാണ് എങ്കിൽ അതിനെ പരോക്ഷ നിരീക്ഷണം എന്നും, എന്നാൽ ഞാൻ ഈ എക്സുമായും സൗഹൃദത്തിൽ ഏർപ്പെട്ട് അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അയാളുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഞാൻ അയാളെ നിരീക്ഷിക്കുകയാണ് എങ്കിൽ അതിനെ ഭാഗഭാഗിത്വ നിരീക്ഷണം എന്നും പറയും. എന്നും പറയും. അപ്പോൾ നിരീക്ഷണം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പരോക്ഷ നിരീക്ഷണവുമുണ്ട്, രണ്ട് ഭാഗഭാഗിത്വ നിരീക്ഷണവുമുണ്ട്. എന്താണ് പരോക്ഷ നിരീക്ഷണം? പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് നിരീക്ഷണം ചെയ്യപ്പെടേണ്ട വ്യക്തി അറിയാതെ നിരീക്ഷിക്കുകയാണ് എങ്കിൽ അതിനെ പരോക്ഷ നിരീക്ഷണം എന്നും, അയാളുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് നിരീക്ഷിക്കുന്നതെങ്കിൽ അതിനെ ഭാഗഭാഗിത്വ നിരീക്ഷണം എന്നും പറയുന്നു. നിരീക്ഷണം പ്രധാനമായും 3 കോൺസെപ്റ്റുകളെ എന്ത് ചെയ്യുന്നു? ആശ്രയിച്ചിരിക്കുന്നു. മക്കളെ ഇവിടെ ഒന്ന് നോക്കുക. എ എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ നോക്കുക, എസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. എ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. 25 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മക്കളെ ഇങ്ങോട്ട് നോക്കിയേ. ഈ എ എന്ന് പറയുന്ന ഈ കുട്ടി എസിൽ നിന്നും യാത്ര തുടർന്ന് ഇവിടെ ടിയിൽ എത്തുന്നതിനിടയിൽ കാണുന്ന മുഴുവൻ കാഴ്ചകളും കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും അയാൾ അടുത്ത് വന്നിരിക്കുന്ന എല്ലാവരെയും മുഴുവൻ കാര്യങ്ങളും ഇവിടെ എസ് മുതൽ ടി വരെ യാത്രയിലുടനീളം അയാളുടെ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും അയാളുടെ തൊലി കൊണ്ടും അയാളുടെ ചെവി കൊണ്ടും അറിഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് അയാളുടെ സെൻസേഷൻ എന്ന് പറയാം, ഇന്ദ്രിയ അനുഭവങ്ങൾ എന്ന് പറയാം. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം പോകുമ്പോൾ, നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം നിങ്ങളുടെ സെൻസേഷൻ ആണ്. പക്ഷെ എ എന്ന് പറയുന്ന കുട്ടി ഈ സ്ഥലത്ത് എത്തിയപ്പോൾ തന്റെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ എ എന്ന് പറയുന്ന കുട്ടി കാണുന്നു. സ്വാഭാവികമായും ഈ എസ് മുതൽ ടി വരെ ഉണ്ടായ മുഴുവൻ അനുഭവങ്ങളിലും കുട്ടിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഇവിടെ വെച്ച് തന്റെ ഭർത്താവ് തന്റെ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ആ കണ്ട കാര്യങ്ങൾ, സെൻസേഷനിലൂടെ ഉണ്ടായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളെ നമുക്ക് പ്രത്യക്ഷണം എന്ന് പറയാം. അല്ലേ? ഈ പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തങ്ങി നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ ആ കുട്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തത്തില്ലേ? അപ്പോൾ സ്വാഭാവികമായും നിരീക്ഷകൻ ഈ 3 കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടേ നിരീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒരാളുടെ വ്യവഹാരത്തെ പറ്റി നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട മൊത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ട. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അയാൾ എങ്ങനെ പ്രത്യക്ഷണം ചെയ്യുന്നു. പ്രത്യക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും മണക്കുകയും രുചിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രത്യക്ഷണം എന്ന് പറയാം. കൂടുതൽ കാലത്തേക്ക് നമുക്ക് ഓർത്തു വെക്കണമെങ്കിൽ ആ പ്രത്യക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും വേണം. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യവഹാരത്തിലേക്ക് കൊണ്ടുവരേണ്ട നിരീക്ഷിക്കപ്പെടുന്ന ആളിന്റെ അയാൾ ചില സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് നിരീക്ഷിക്കപ്പെടേണ്ടത്. ക്ലാസ്സിൽ നിന്ന് തുടർച്ചയായി പൈസ മോഷണം പോകുന്നു. അപ്പോൾ ഒരു കുട്ടിയെ ടീച്ചറിന് ഒരു സംശയമുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് പൈസ എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ക്യാഷ് കൊണ്ടുവച്ചിട്ട് മാറി നിന്ന് നിരീക്ഷിച്ചാൽ അതും ഒബ്സർവേഷൻ അല്ലേ? അതും വ്യവഹാരത്തെ കുറിച്ചുള്ള പഠനമല്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഒബ്സർവേഷൻ. അതിനെ നമുക്ക് ഒബ്സർവേഷൻ എന്ന് പറയാം. 2 രീതികൾ പഠിച്ചു. ഒന്നെന്തുവാ? ആത്മപരിശോധനാ രീതി. 2 എന്തുവാ? നിരീക്ഷണ രീതി. എത്ര തരത്തിലുണ്ട്? 2 തരത്തിൽ. ഒന്നെന്തുവാ? പരോക്ഷ നിരീക്ഷണം. 2 എന്തുവാ? ഭാഗഭാഗിത്വ നിരീക്ഷണം. ഇനി ഈ നിരീക്ഷണ രീതി എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? സെൻസേഷൻ, അത് ഇന്ദ്രിയാനുഭവം. പെർസെപ്ഷൻ, അത് പ്രത്യക്ഷണം. ആൻഡ് ദ തേർഡ് വൺ, അറ്റൻഷൻ, ശ്രദ്ധ. ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നില്ലേ? സോ we are going to move the next one, the most important one, that is experimental method in psychology. പരീക്ഷണ രീതി. പരീക്ഷിച്ചു നോക്കുകയാണല്ലേ. ഇത് ചിലപ്പോഴൊക്കെ ഈ ഡെഫിനിഷൻ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് കത്താൻ സാധ്യത കുറവാണ്. വ്യവഹാരത്തെ പറ്റി പഠിക്കുന്ന രീതികളിൽ ഏറ്റവും ശാസ്ത്രീയമായ മനഃശാസ്ത്ര പഠന രീതി എന്ന് പറയുന്നത് അത് പരീക്ഷണ രീതിയാണ്. അതായത് ഒരു വ്യവഹാരത്തെ പറ്റി പഠിക്കുന്നതിൽ
ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠാപരവുമായിട്ടുള്ള നമ്മൾ ഒരാളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിയപ്പെടുകയാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ സ്വഭാവങ്ങൾ കാണിക്കില്ല. ശരിയല്ലേ? നമ്മൾ ഒരാളടുത്ത് ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ യഥാർത്ഥത്തിൽ സത്യങ്ങൾ പറയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മപരിശോധന രീതിക്കും അതുപോലെ തന്നെ നിരീക്ഷണ രീതിക്കും നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഏറ്റവും ശാസ്ത്രീയവും വസ്തുതാപരവുമായിട്ടുള്ള ഒരു കാര്യമാണ് പരീക്ഷണ രീതി എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ നോക്കുക. ഡെഫിനിഷൻ വായിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് കത്തത്തില്ല. ഒരു ചോദക ചരവും ബന്ധപ്പെട്ട പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധം മറ്റ് ചരങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പഠിക്കുന്നതിനെ പരീക്ഷണ രീതി എന്ന് പറയുന്നു. ഞാനൊന്ന് വായിച്ചിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് ചരത്തിന്റെ സ്വാധീനമാണോ പഠന വിധേയമാക്കുന്നത് അത് സ്വതന്ത്ര ചരം അല്ലെങ്കിൽ പരീക്ഷണ ചരം എന്നറിയപ്പെടുന്നു. രണ്ട്, സ്വാധീനത്തിന് പാത്രമാകുന്ന ചരത്തെ ആശ്രിത ചരം എന്ന് വിളിക്കുന്നു. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഡെഫിനിഷനിലോട്ട് പോകാം. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുന്നു. ഉറക്കം എന്ന് പറയുന്നത്, സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തെ സ്ലീപ്പിംഗ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് അതായത് കുട്ടികൾ കൂടുതൽ ഉറങ്ങുമ്പോൾ അവരുടെ പഠനത്തെ അത് ബാധിക്കാറുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പരീക്ഷിച്ചറിയേണ്ടത്. ഇവിടെ സ്ലീപ്പിംഗ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ഒരു സ്വതന്ത്ര വേരിയബിൾ ആണല്ലേ, ഒരു സ്വതന്ത്ര വേരിയബിൾ ആണല്ലേ. ഈ കുട്ടികൾ ഇവിടെ 8 മണിക്കൂർ ഉറങ്ങുമ്പോഴും 9 മണിക്കൂർ ഉറങ്ങുമ്പോഴും 6 മണിക്കൂർ ഉറങ്ങുമ്പോഴും കുട്ടികളുടെ പഠനത്തെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് പഠന വിധേയമാക്കേണ്ടത്. സ്വാഭാവികമായും 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ കുട്ടിയുടെ പഠനം എങ്ങനെയെന്നും 9 മണിക്കൂർ ഉറങ്ങുമ്പോൾ കുട്ടിയുടെ പഠനം എങ്ങനെയെന്നും നമ്മൾ പരീക്ഷിച്ചറിയാൻ തയ്യാറാവുകയാണ് എങ്കിൽ അത് മനഃശാസ്ത്രത്തിലെ പരീക്ഷണ രീതിയാണ്. ഇവിടെ സ്ലീപ്പിംഗ്, ഉറക്കം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ചരമാണ്, അത് അങ്ങനെ ഉള്ളതാണ്. ഇനി എന്തിനെയാണോ സ്വാധീനിക്കുന്നത് അത് പഠനത്തെയല്ലേ. ആ പഠനത്തെ സ്വാധീനിക്കപ്പെടുന്ന ആ ചരത്തെ നമുക്ക് ആശ്രിത ചരം എന്ന് വിളിക്കാം. അവിടെ ഏറ്റവും അധികം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിക്കുന്നതാണ് ഈ രണ്ട് കണ്ടന്റുകൾ എന്ന് പറയുന്നത്. ഏത് ചരത്തിന്റെ സ്വാധീനമാണോ പഠന വിധേയമാക്കുന്നത് അത് സ്വതന്ത്ര ചരം. ഇവിടെ സ്വതന്ത്ര ചരം എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ആണ്. ഉറക്കം പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. ഇനി സ്വാധീനത്തിന് പാത്രമാകുന്ന ഈ ഉറക്കം എന്തിനെ ബാധിക്കുന്നു എന്നാണ് പഠിക്കുന്നത്, പഠനത്തെ. അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആശ്രിത ചരം എന്ന് പറയാം. ഇനി നമുക്ക് ചാട് ഡെഫിനിഷനിലേക്ക് വരാം. ഒരു ചോദക ചരവും ബന്ധപ്പെട്ട പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധം. ഒരു ചോദക ചരം എന്ന് പറയുന്നത് അവിടെ ഉറക്കമാണ് എങ്കിൽ ബന്ധപ്പെട്ട പ്രതികരണ ചരം അത് പഠനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ മറ്റ് ചരങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പഠിക്കുന്നതിനെ പരീക്ഷണ രീതി എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നു. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വതന്ത്ര ചരം, മറ്റൊന്ന് ആശ്രിത ചരം. ഒന്ന് സ്വതന്ത്ര ചരം, രണ്ട് ആശ്രിത ചരം. ആദ്യം പഠിച്ചത് ആത്മപരിശോധനാ രീതി. സ്വയം ഉള്ളിലേക്ക് നോക്കുക, ഉള്ളിലുള്ള മാനസിക പ്രക്രിയകൾ പറയുക, മാനസിക പ്രക്രിയകൾ പുറന്തള്ളുക, മാനസിക പ്രക്രിയകൾ മനസ്സിലാക്കുക. കൊണ്ടുവന്നത് വില്യം വൂണ്ടാണ്. വളർത്തി പടർത്തി പന്തലിച്ച് ഒരു പടുവൃക്ഷമാക്കി മാറ്റിയത് ടിച്ച്നർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. രണ്ടാമത്തതാണ് നിരീക്ഷണ രീതി. ഒരാൾ പുറത്തേക്ക് നോക്കുന്നു അല്ലേ, അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുക എന്നാണ് ഒബ്സർവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ട് തരത്തിലുണ്ട് ഒബ്സർവേഷൻ. ഒന്ന് പരോക്ഷ നിരീക്ഷണം, രണ്ട് ഭാഗഭാഗിത്വ നിരീക്ഷണം. പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് നിരീക്ഷകൻ മറ്റ് നിരീക്ഷിക്കപ്പെടേണ്ട ആൾ അറിയാതെ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്നും, എന്നാൽ ഭാഗഭാഗിത്വ നിരീക്ഷണം എന്ന് പറയുന്നത് അയാളും കൂടി അതിന്റെ ഭാഗമായി മാറി നിരീക്ഷിക്കുകയാണെങ്കിൽ അതിനെ ഭാഗഭാഗിത്വ നിരീക്ഷണം എന്നും പറയാം. ഇനി ഏറ്റവും വസ്തുതാപരമായ ഏറ്റവും ആധികാരികമായിട്ടുള്ള മനഃശാസ്ത്ര പഠന രീതിയാണ് പരീക്ഷണ രീതി എന്ന് പറയുന്നത്. ഏറ്റവും ശാസ്ത്രീയമാണ് പരീക്ഷണ രീതി, ഏറ്റവും പ്രായോഗികമാണ് പരീക്ഷണ രീതി, ഏറ്റവും വസ്തുനിഷ്ഠാപരമാണ് പരീക്ഷണ രീതി. പരീക്ഷണ രീതി എന്ന് പറയുന്നത് ഒരു ചോദക ചരവും ബന്ധപ്പെട്ട പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധം ബാക്കിയുള്ള എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പരീക്ഷണ രീതി എന്ന് പറയാം. രണ്ട് ചരങ്ങൾ, സ്വതന്ത്ര ചരം, ആശ്രിത ചരം. ഏത് ചരത്തിന്റെ സ്വാധീനമാണോ പഠന വിധേയമാക്കുന്നത് സ്വതന്ത്ര ചരം. ഇനി സ്വാധീനത്തിന് പാത്രമാകുന്ന ചരത്തെ ആശ്രിത ചരം എന്ന് വിളിക്കുന്നു. ഇതിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകും, പരീക്ഷണ ഗ്രൂപ്പും നിയന്ത്രണ ഗ്രൂപ്പും. മക്കളെ ഇതാണ് നഴ്സറി സ്കൂൾ ടീച്ചറിന്റെ ആദ്യത്തെ യൂട്യൂബ് ക്ലാസ് എന്ന് പറയുന്നത്. മക്കൾ എല്ലാവരും ക്ലാസ്സിൽ വേഗം ജോയിൻ ചെയ്യുക. മുഴുവൻ ക്ലാസ്സസും സൈക്കോളജിയിൽ കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് മീ മീറ്റ് അഗൈൻ.